നമസ്കാരം. വളരെയധികം സന്തോഷം നിറഞ്ഞ മണിക്കൂറുകൾക്കാണ് ഈ വേദി ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ കാത്തിരിപ്പിനൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് ഏരീസ് കോംപ്ലക്സ് നാടിന് സമർപ്പിക്കുന്ന നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സന്തോഷ നിമിഷത്തിൻ്റെ ഭാഗമാകുന്നതിനായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും ആദ്യം തന്നെ ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ നിമിഷം ഏരീസ് ഗ്രൂപ്പിൻ്റെ CEO സർ സോഹൻ റോയിക്ക് എന്താണ് പുനലൂരിനോട് പറയാനുള്ളതെന്ന് കേൾക്കാം. ഉദ്ഘാടന പ്രസംഗത്തിനായി സർ സോഹൻ റോയിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പുനലൂർ നിവാസികളെ, ഏരീസ് കുടുംബാംഗങ്ങളെ, അഭ്യുദയകാംക്ഷികളെ, ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ സമർപ്പണം ഇവിടെ നടത്തുവാൻ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പുനലൂർ നിവാസികൾക്ക് വേണ്ടി ഒരു മൾട്ടിപ്ലെക്സ് കൊടുക്കുക എന്നുള്ളത്. 10 വർഷത്തിന് മുമ്പ് ട്രിവാൻഡ്രത്ത് അതിന് തുടക്കം കുറിച്ചെങ്കിലും സ്വന്തം ജന്മനാട്ടിൽ ഒരു തിയേറ്റർ കൊടുക്കുമ്പോൾ മാത്രമാണ് അതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുക. ഞങ്ങളുടെ ആഗ്രഹം ഐക്യകോണത്ത് ഈ ഒരു മൾട്ടിപ്ലെക്സ് ചെയ്യണം എന്നുള്ളായിരുന്നു. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ മൾട്ടിപ്ലെക്സ് ഐക്യകോണത്ത് ചെയ്തു കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത്, ഐക്യകോണത്തിന് നമ്മൾ ഒരു സഹായം ചെയ്യാൻ പോയിട്ട് അവസാനം സ്വദേശികൾക്ക് ഏറ്റവും വലിയ തലവേദനയായി മാറുന്ന ഒരു പദ്ധതിയായിട്ട് അത് മാറും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്കപ്പ സാറ് ഈ ഒരു പദ്ധതിയുമായി വരികയും ഞങ്ങളെ അത് ഏൽപ്പിക്കുന്നതും. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു ആഗ്രഹം പെട്ടെന്ന് തന്നെ സാധിച്ചെടുക്കാൻ സാധിച്ചതിലും. ഞങ്ങൾക്കറിയാം ഈ ഒരു സ്ഥാപനം ഒരിക്കലും കൊമേഴ്ഷ്യലി വയബിൾ അല്ല, ഒരിക്കലും ലാഭം ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടില്ല. പക്ഷേ നമ്മൾ നാടിൻ്റെ വികസനത്തിന് ഇതൊരാവശ്യമാണ്. ഇത് വെറും ഒരു സിനിമാ തിയേറ്റർ മാത്രമല്ല, ഒരു സംസ്കാരത്തിൻ്റെ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ കോംപ്ലക്സിൻ്റെ ഇനീഷ്യൽ ഇനാഗുറേഷൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചതാണ്. എങ്കിലും ഒരിക്കൽ കൂടി അതിനെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാവുന്നത്, ഈ ഒരു കോംപ്ലക്സിലൂടെ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്, പുനലൂരിൽ നിരവധി സ്കൂളുകളുണ്ട്. കാര്യം, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഈ സ്കൂളിൽ നിന്ന് വരുന്നത്. ഈ കുട്ടികളെ കറക്റ്റ് ഗൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെന്തെല്ലാമോ പഠിച്ച് ഒരു ഇൻഡസ്ട്രിക്കും ഗുണമില്ലാതെ മാറുകയും അവസാനം ഏതൊക്കെയോ വാതിലുകളിൽ പോയി മുട്ടി എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഇൻഡസ്ട്രിയുടെ ഭാഗമാവും. അതൊരിക്കലും അവരുടെ ടാലൻറ്റിനോ പാഷനോ അനുസരിച്ചിട്ടുള്ള ഒരു തൊഴിലായിരിക്കില്ല. അപ്പോൾ ഒരു കരിയർ ഡിസൈൻ പ്രോപ്പറായിട്ട് എങ്ങനെ നടത്താം എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഏരീസ് ഗ്രൂപ്പിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ മെൻറ്ററാണ്. എല്ലാ മാസവും ഞങ്ങൾ ഈ കുട്ടികളെ ഞാൻ അഡ്രസ്സ് ചെയ്യാറുണ്ട്. അതുപോലെ അവിടെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഈ പുനലൂർ മേഖലയിലുള്ള എല്ലാ കുട്ടികൾക്ക് ചെയ്യുവാനും, അതോടൊപ്പം തന്നെ അതിനകത്ത് വിഷ്വൽ മീഡിയയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ തിയേറ്ററിൻ്റെ സ്ക്രീൻസ് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം 24 മണിക്കൂർ നമുക്ക് ആ സ്ക്രീൻ സിനിമയ്ക്ക് വേണ്ടി ആവശ്യമില്ല. അല്ലാത്ത സമയം ഈ കരിയർ ഡിസൈന് വേണ്ടി ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ പല ഇൻഡസ്ട്രികളെയും പരിചയപ്പെടുത്തുകയും ഓരോ കുട്ടിക്കും ആ ഇൻഡസ്ട്രി ഏതാണ് അവർക്ക് താല്പര്യമുള്ള ഇൻഡസ്ട്രി മനസ്സിലാക്കി അതിലേക്ക് പോകുവാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഒരു ക്ലാസ്സിലെ 50 കുട്ടികൾ 50 ഡയറക്ഷനിലേക്ക് പോകേണ്ടവരാണ്. പക്ഷേ നമ്മളുടെ ഇന്നത്തെ ഒരു പഠന രീതി അനുസരിച്ചിട്ട് ഈ 50 പേർക്ക് ഒരേ സിലബസാണ് കൊടുക്കുന്നത്. നാളെ ഒരു ഗായകനാവേണ്ട വ്യക്തിയും പോയിട്ട് സൈൻ തീറ്റയും കോസ് ഒക്കെ പഠിച്ച് ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പീഡന കേന്ദ്രമായിട്ട് സ്കൂളുകളെ കാണുന്ന ഒരു സമയമാണ് നമ്മൾ കടന്നു പോകുന്നത്. അതൊക്കെ മാറിയിട്ട് ഗായകനാണ് താൻ ആവാൻ പോകുന്നതെന്ന് തീരുമാനിച്ചാൽ ആ രീതിയിൽ എന്നാൽ സമർത്ഥനായ ഒരു ഗായകനായിട്ട് മാറുക, നല്ല രീതിയിൽ പ്രാവീണ്യം നേടുക. അല്ല, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി, 100 കണക്കിന് ഇൻഡസ്ട്രികളുണ്ട്, ആ ഇൻഡസ്ട്രികളെയൊക്കെ പരിചയപ്പെടുത്തുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ശ്രമിക്കുകയും എഞ്ചിനീയർ ആവുന്ന വ്യക്തി ഏത് മേഖലയിലെ എഞ്ചിനീയർ ആവണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അതിലേക്ക് പോകുവാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അതിന് തീർച്ചയായിട്ടും ഈ തിയേറ്റർ ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അതിനേക്കാളേറെ എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ അടിസ്ഥാനപരമായിട്ടൊരു തിയേറ്ററിൻ്റെ ഉദ്ദേശം സിനിമയെ കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ
സിനിമ നിർമ്മിക്കുന്നത് അതുപോലെ, അതായത് നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ ചൂടോടുകൂടി നമ്മൾ കഴിക്കുന്ന അതേ രീതിയിൽ കിട്ടണമെങ്കിൽ നല്ല സൗണ്ട് ക്വാളിറ്റിയിലും പ്രൊജക്ഷൻ ക്വാളിറ്റിയിലും ആ സിനിമ കാണുമ്പോൾ മാത്രമേ ആ നിർമ്മിച്ച സിനിമയെ അതേപോലെ നമ്മൾക്ക് ആവാഹിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഏറ്റവും മികച്ച പ്രൊജക്ഷനും ഏറ്റവും മികച്ച സൗണ്ടും കൊണ്ടും കൂടി നമ്മൾ ഈ തിയേറ്റർ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരിക്കലും അവരുടെ കീശ ചോർത്തുന്ന രീതിയിലുള്ള ടിക്കറ്റ് റേറ്റ്സ് എല്ലാം നമ്മൾ വെക്കുന്നത്. ഈവൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്ന മൾട്ടിപ്ലക്സുകൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രേക്ഷകരിൽ നിന്ന് പിടുങ്ങുന്നു എന്നൊരു ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് അഫോർഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടുത്തെ ഇതിൻ്റെ വിലയൊക്കെ ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും വന്ന് കണ്ട് ആസ്വദിക്കാനുള്ളൊരു സംവിധാനം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ മെമ്പർഷിപ്പ് ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഫാമിലി മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ വീക്ക് ഡേയ്സിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഹാഫ് ദ റേറ്റിന് വന്ന് കാണാനുള്ളൊരു സംവിധാനം ഉണ്ടാവും. കാര്യം പലപ്പോഴും ഈ തിയേറ്റർ കാലിയായിട്ട് കിടക്കും ഈ വർക്കിംഗ് ഡേയ്സിൽ. ആ സമയത്ത് ഇത്തരം കാർഡുകളുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ഈ സിനിമ നല്ല രീതിയിൽ കാണുവാനുള്ളൊരു സംവിധാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് ഇനി നിങ്ങളുടെയും കൂടെ ആണ് ഈ തിയേറ്റർ. എങ്ങനെ ഈ തിയേറ്റർ കാലിയാവാതെ നിരന്തരം ഏറ്റവും നല്ല രീതിയിൽ നമുക്കിത് നിറച്ചുകൊണ്ട് എപ്പോഴും സജീവമായി നിന്നാൽ മാത്രമേ ഈ മേഖലയിലുള്ള ബിസിനസ്സുകളൊക്കെ വളരത്തുള്ളൂ. അപ്പോൾ വാളക്കോടിൻ്റെ വികസനത്തിനും പുനലൂരിൻ്റെ വികസനത്തിനും കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് വരണം. അതുപോലെ തന്നെ നമ്മുടെ കല്യാണ മണ്ഡപമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഈ ഒരു ഹോളും, സാധാരണ ഇത്തരം ഹോളുകൾ ഒരു 10 ദിവസമൊക്കെ മാക്സിമം ഉപയോഗിക്കപ്പെടാറുള്ളൂ. നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പറ്റിയാൽ ഒരു ദിവസം 2 പ്രോഗ്രാം നടത്താനുള്ള സംവിധാനം ചെയ്യണം. അതുപോലെ തന്നെ 365 ദിവസവും ഉപയോഗിക്കാനുള്ളൊരു സംവിധാനം. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഇത് ഒരു വിവാഹം നടത്തുവാനുള്ള പണം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ കറണ്ട് ചാർജ് മാത്രം തന്നുകൊണ്ട് എല്ലാ മാസവും കുറച്ച് ദിവസം ഞങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അതും പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമർപ്പണം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുനലൂർ നിവാസികൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഇനി ഇത് ഏറ്റെടുത്ത് ഇത് വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ എല്ലാം കടമയാണ്. ഞങ്ങൾ ഈ ഒരു സ്ഥാപനത്തിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ ഒരു 100ഓളം തൊഴിലവസരങ്ങൾ നമുക്ക് ഒരു പക്ഷേ ഇതിൽ സൃഷ്ടിക്കാൻ പറ്റും. പക്ഷേ അതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ നടക്കുന്ന പരിശീലനത്തിലൂടെ പുനലൂരിലുള്ള ഓരോ വ്യക്തിയെയും നമുക്ക് നല്ല തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കാൻ സാധിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കുട്ടികളെ നല്ല ദിശയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ള ആ ഒരു മൂഢമായ ലക്ഷ്യം മാറ്റിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് തിരിച്ചറിയണം. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് അമ്മമാരോടാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എല്ലാ വീട്ടിലെയും സ്ത്രീകളാണ്. നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ പാഠം ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിൻ്റെ കുട്ടികൾക്കും ഞങ്ങൾ പറയാറുള്ളതാണ്. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ഒരു 25 ഡിഷ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഭക്ഷണം ഈ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പഠിക്കണം. അതാണ് ആദ്യത്തെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ കൊടുക്കേണ്ട പാഠം. കാര്യം ഞങ്ങളെല്ലാം എവിടെ പോയാലും മിസ് ചെയ്യുന്നത് അമ്മയുടെ ഭക്ഷണമാണ്. കാര്യം നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ മുലപ്പാൽ കഴിഞ്ഞാൽ കിട്ടുന്നത് അമ്മ തരുന്ന ഭക്ഷണമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ജീൻസിൻ്റെ കോഡിങ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മാനസികമായിട്ട് ഇഷ്ടപ്പെടുന്ന ഏറ്റവും മികച്ച ഭക്ഷണം അമ്മയുടേതാണ്. പക്ഷേ നമ്മൾ എവിടെ പോയാലും അത് മിസ്സാവുന്നുണ്ട്. പക്ഷേ ഈ അമ്മമാർ മിക്കവാറും എനിക്കൊന്ന് മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കാത്തതാണെന്ന് തോന്നുന്നു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. കാര്യം നീ എവിടെ പോയാലും തിരിച്ച് എൻ്റെ അടുത്ത് വരൂ എന്ന് ഉദ്ദേശിച്ചാന്ന് തോന്നുന്നു. അതൊക്കെ വിട്ടിട്ട് ഈ കുട്ടികളെ തീർച്ചയായിട്ടും അടുക്കളയിൽ കയറ്റണം. ഇത് എങ്ങനെ കുക്ക് ചെയ്യണം എന്നുള്ളത് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെവിടെ പോയാലും അവർക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. ഈ ഹോട്ടലിലൊക്കെ പോയി കഴിച്ച് ഈ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഇന്ന് ഉണ്ടാകുന്ന മിക്കവാറും എല്ലാ അസുഖവും സ്വന്തമായി കുക്ക് ചെയ്യാൻ പറ്റാതെ ഹോട്ടലിൽ പോയി കഴിക്കുന്നവർക്ക് കിട്ടുന്ന ഈ അസുഖങ്ങളൊക്കെ മാറ്റി സ്വന്തമായിട്ട് അവർക്ക് എവിടെ പോയാലും ആവശ്യമുള്ള കാര്യമാണ് ഭക്ഷണം. അത് അമ്മമാരിൽ നിന്ന് പഠിക്കാവുന്നതാണ്. അതുപോലും നമ്മൾ പഠിപ്പിക്കാറില്ല. അത് പാഠം ഒന്നായിട്ട് മനസ്സിലാക്കട്ടെ. പിന്നീട് എങ്ങനെ ഈ കുട്ടികളിലേക്ക് സ്നേഹം പകർന്നു കൊടുക്കുക, സ്നേഹിക്കാൻ പഠിപ്പിക്കുക. നമ്മളുടെ കുട്ടികൾക്ക് ഇന്നില്ലാതെ പോകുന്നത് അച്ഛനെയും അമ്മയും ബഹുമാനിക്കാൻ അറിയില്ല, സ്നേഹിക്കാൻ അറിയില്ല. അമ്മ പറഞ്ഞു കൊടുക്കണം അച്ഛനെ ബഹുമാനിക്കണം എന്നുള്ളത് അമ്മയുടെ വായിൽ നിന്നാണ് വരേണ്ടത്. ഇങ്ങനെയുള്ള പാഠങ്ങൾ അമ്മമാരെന്ത് ചെയ്യണമെന്ന് കൂടി ഞങ്ങളിത് പഠിപ്പിക്കുന്നുണ്ട്. ഈ കരിയർ ഡിസൈൻ കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഈ ഒരു പദ്ധതിയിലേക്ക് എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുക. കാര്യം പുനലൂരിൻ്റെ സംസ്കാരം മാറുമ്പോഴാണ് ഈ നാട് മൊത്തത്തിൽ മാറുന്നത്. ഈ പുനലൂരിനെ നല്ലൊരു സാംസ്കാരിക നഗരമാക്കാനുള്ള ശ്രമമാണ്. അത് കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും
ഇപ്പോൾ ഞങ്ങൾ ഐക്യക്കോണം ലൈബ്രറിയെ ബേസ് ചെയ്തിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യവുഡ് സാഹിത്യ പുരസ്കാരം, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയായ 5,01,000 രൂപ സമ്മാനം കിട്ടുന്ന സാഹിത്യ പുരസ്കാരം, ഏതാണ്ട് 25ഓളം മേഖലയിലുള്ള അവാർഡ്സ് ഉണ്ട്. അത് ഐക്യക്കോണത്ത് നടക്കുന്നെങ്കിലും അതിൻ്റെ അവാർഡ് ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത് ഈ ഓഡിറ്റോറിയത്തിലാണ്. അതായത് കേരളത്തിൻ്റെ എല്ലാ ശ്രദ്ധയും, സാഹിത്യ മേഖലയിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ ഇനി വരാൻ പോകുന്നത് ഈ ഓഡിറ്റോറിയത്തിലേക്കാണ്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിന് നാളെ ഒരുപാട് കാര്യങ്ങളിലേക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. കലാനിലയം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ വേണ്ടി വരും. അതൊരു യൂണിവേഴ്സിറ്റി പോലെയാക്കുകയാണ്, കലയുടെ യൂണിവേഴ്സിറ്റി ആക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് കലാമേഖലയിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന പല പദ്ധതികൾക്കും ഈ ഓഡിറ്റോറിയം സാക്ഷിയാവട്ടെ. അതുപോലെ തന്നെ ദൃശ്യവിസ്മയത്തിന് ഞങ്ങളുടെ ഈ ഒരു സമ്മാനം ജനങ്ങൾ ഏറ്റെടുത്ത് സിനിമയോടൊപ്പം തന്നെ കരിയർ ഡിസൈന് വേണ്ടിയും നിങ്ങളുടെ കുട്ടികളെ അത് ഉപയോഗിക്കുവാൻ വേണ്ടി പ്രാപ്തരാക്കുക. നമ്മൾക്കൊന്നിച്ച് മുന്നേറാം. പുനലൂരിനെ ഒരു പുതിയ പുനലൂരാക്കി മാറ്റിയെടുക്കാം. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് തങ്കപ്പ സാറിന്, ഈ ഒരു ഓഡിറ്റോറിയം ഇന്ന് ഇങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ തങ്കപ്പ സാറിനാണ്. അദ്ദേഹത്തിനും കൂടെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.